CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മെഗാ തൂഫാൻ മഹാസംഗമത്തിന് മുന്നോടിയായി പെരിന്തൽമണ്ണ നഗരത്തെ ആവേശം കൊള്ളിച്ച് ഗംഭീര വിളംബര റാലി നടന്നു. ലഹരിമുക്ത സമൂഹം എന്ന വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് 3000-ഓളം പേർ അണിനിരന്ന റാലി നഗരത്തെ ജനസമുദ്രമാക്കിയത്. ചെർപ്പുളശ്ശേരിയിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. ആരായമംഗലം ടർഫിൽ വെച്ച് നടന്ന മത്സരത്തിൽ ചെർപ്പുളശ്ശേരി പ്രസ് ക്ലബ്ബും ചെർപ്പുളശ്ശേരി പോലീസും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പ്രസ് ക്ലബിനെ പരാജയപ്പെടുത്തി പോലീസ് ജേതാക്കളായി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ എഴക്കാട് നിയന്ത്രണം വിട്ട ലോറി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പാഞ്ഞു കയറി ഒരു മരണം. യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥിയും പാലക്കാട് പറക്കുന്നം സ്വദേശിയുമായ 19-കാരൻ മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30-ഓടെയായിരുന്നു അപകടം സംഭവിച്ചത്. പാഴ്സൽ വാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി ട്രാൻസ്ഫോമറിലിടിച്ച് മറിഞ്ഞു. അങ്ങാടിപ്പുറം കോട്ടയ്ക്കൽ റോഡിൽ ചെരക്കാപ്പറമ്പ് ചോലക്കുളത്ത് വളവിലാണ് അപകടം ഉണ്ടായത്. കർക്കിടകം പിറന്നു. ഇനി മുതൽ 30 ദിവസത്തേക്ക് രാമായണ ശീലുകളുടെയും രാമദർശനത്തിന്റെയും പുണ്യകാലം. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വീടുകളിൽ രാമായണ പാരായണം നടക്കും. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളുമായി രാമായണ മാസാചരണം ആരംഭിച്ചു. മെഗാ തൂഫാൻ മഹാസംഗമത്തിന് മുന്നോടിയായി പെരിന്തൽമണ്ണ നഗരത്തെ ആവേശം കൊള്ളിച്ച് ഗംഭീര വിളംബര റാലി നടന്നു. ലഹരിമുക്ത സമൂഹം എന്ന വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് 3000-ഓളം പേർ അണിനിരന്ന റാലി നഗരത്തെ ജനസമുദ്രമാക്കിയത്. മനഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച റാലിയിൽ ജനപ്രതിനിധികൾ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ, വ്യാപാരി വ്യവസായി സമിതി പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ അണിനിരന്നു. വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ 100-കണക്കിന് അധ്യാപകരും വിദ്യാർത്ഥികളും ലഹരി വിരുദ്ധ പ്ലക്കാർഡുകളേന്തി ജാഥയുടെ മുന്നണി പോരാളികളായി മാറിയത് റാലിയെ കൂടുതൽ ശ്രദ്ധേയമാക്കി. മനഴി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച് നഗരം ചുറ്റിയ ജാഥ മുനിസിപ്പൽ ടൗൺ സ്ക്വയറിലാണ് സമാപിച്ചത്. നിയോജകമണ്ഡലം MLA ശ്രീ നജീബ് കാന്തപുരം, ചെയർപേഴ്സൺ ശ്രീമതി പച്ചീദ് സുരയ്യ ഫാറൂഖ്, വൈസ് ചെയർപേഴ്സൺ ഹസൻ മുഹമ്മദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നഗരസഭാ കൗൺസിലർമാർ, വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ അണിനിരന്ന ബഹുജന റാലി വാഹനത്തിന്റെ തൊട്ടുമുന്നിലായി അടിവച്ചടിവച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്.
വിളംബര റാലിയുടെ സമാപനത്തോടനുബന്ധിച്ച് ടൗൺ സ്ക്വയറിൽ നടന്ന സമാപന സമ്മേളനം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. CCN പെരിന്തൽമണ്ണ. ചെർപ്പുളശ്ശേരിയിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. മാരായമംഗലം ടർഫിൽ വെച്ച് നടന്ന മത്സരത്തിൽ ചെർപ്പുളശ്ശേരി പ്രസ് ക്ലബും ചെർപ്പുളശ്ശേരി പോലീസും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പ്രസ് ക്ലബിനെ പരാജയപ്പെടുത്തി പോലീസ് ജേതാക്കളായി. മത്സരത്തിന്റെ കിക്ക് ഓഫ് നിർവഹിച്ചത് ചെർപ്പുളശ്ശേരി സബ് ഇൻസ്പെക്ടർ P. രവീന്ദ്രനായിരുന്നു. മാരായമംഗലം ടർഫിൽ വെച്ച് നടന്ന മത്സരത്തിൽ ചെർപ്പുളശ്ശേരി പ്രസ് ക്ലബും ചെർപ്പുളശ്ശേരി പോലീസും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. തുടർന്ന് നടന്ന പോരാട്ടത്തിനൊടുവിൽ ചെർപ്പുളശ്ശേരി പ്രസ് ക്ലബിനെ പരാജയപ്പെടുത്തി ചെർപ്പുളശ്ശേരി പോലീസ് ടീം വിജയം സ്വന്തമാക്കി. വിജയികൾക്കുള്ള ട്രോഫികൾ സബ് ഇൻസ്പെക്ടർ P. രവീന്ദ്രൻ ചടങ്ങിൽ വിതരണം ചെയ്തു. ചെർപ്പുളശ്ശേരി പ്രസ് ക്ലബ്ബ്, ചെർപ്പുളശ്ശേരി പോലീസ് ടീമുകളും നല്ല മത്സരം കാഴ്ചവെച്ച് ഈ ഒരു മത്സരത്തിന് നല്ലൊരു വിജയം കൈവരിച്ചിട്ടുള്ളതാണ്. മത്സരത്തിനു ശേഷം നടന്ന സമാപന പരിപാടിയിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർമാരായ V. ജയൻ പുഞ്ചപ്പാടം, C. സത്യൻ, K. ജയകൃഷ്ണൻ എന്നിവരും പ്രസ് ക്ലബ് സെക്രട്ടറി ഉനൈസ്, പ്രോഗ്രാം കോർഡിനേറ്റർ മുരളീമോഹൻ തുടങ്ങിയവരും സംസാരിച്ചു. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്നുകളുടെ വ്യാപനം തടയുന്നതിനും അതിനെതിരെ ശക്തമായി പ്രവർത്തിക്കുന്നതിനും പൊതുജനങ്ങൾ പോലീസിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ചെർപ്പുളശ്ശേരി പോലീസ് ചടങ്ങിൽ അഭ്യർത്ഥിച്ചു. ഈ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന യുവാക്കളുടെ, പൊതുജനങ്ങളുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമൂഹത്തിലുള്ള നാനാതുറകളിൽപ്പെട്ടവരുടെ എല്ലാം ആ ലഹരി എന്ന മഹാവിപത്ത് നമ്മുടെ കുടുംബത്തിൽ നിന്നും അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി, നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ നാടിനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിലാണ് നമ്മൾ എല്ലാവരും. ആ പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും അണിചേരുന്നതിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ ലഹരി എന്ന മഹാവിപത്ത് നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആ ലഹരി മാറ്റി വെച്ചുകൊണ്ട് കളിയാണ് ലഹരി എന്നുള്ള തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോലീസും പൊതുജനങ്ങളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ തന്നെ ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളും പോലീസും കൈകോർത്തുകൊണ്ടുള്ള ഇത്തരം സൗഹൃദ കൂട്ടായ്മകൾ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ വിജയത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന് പ്രസ് ക്ലബ് ഭാരവാഹികളും അഭിപ്രായപ്പെട്ടു. ഈ സമൂഹത്തോട് മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് ഞങ്ങൾക്കുള്ള ഒരു ഉത്തരവാദിത്തം, ആ ഉത്തരവാദിത്തം പരമാവധി വിനിയോഗിക്കുക, ഉപയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞങ്ങളോട് ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലെ അധികൃതർ ബന്ധപ്പെട്ട സമയത്ത് ഇതിനോട് സഹകരിച്ച് ഇന്ന് സായാഹ്നത്തിൽ ചെയ്യേണ്ട മാധ്യമ പ്രവർത്തനം, വാർത്തകളൊക്കെ മാറ്റിവെച്ചത് നേരത്തെ ചെയ്ത് നാളത്തേക്ക് മാറ്റിവെച്ചൊക്കെ ഇതിനോട് സഹകരിച്ചത്. ടൂർണമെന്റിലെ വിജയികൾക്കുള്ള ട്രോഫികൾ ഫിയസ്റ്റ ചെർപ്പുളശ്ശേരിയും കളിക്കാർക്കുള്ള ജേഴ്സികൾ മോക്കയുമാണ് സ്പോൺസർ ചെയ്തത്. പരിപാടിക്ക് എത്തിയവർക്കായി നില ബേക്കറി റിഫ്രഷ്മെന്റും ഒരുക്കിയിരുന്നു. CCN ചെർപ്പുളശ്ശേരി. മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ എഴക്കാട് നിയന്ത്രണമിട്ട ലോറി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പാഞ്ഞു കയറി ഒരു മരണം. യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥിയും പാലക്കാട് പറക്കുന്നം സ്വദേശിയുമായ 19-കാരൻ മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം സംഭവിച്ചത്. ദേശീയപാതയാണ്. ഈ പാതയിലാണ് ഈ അപകടം ഉണ്ടായത്. ആശുപത്രി മാലിന്യങ്ങളുമായി പോവുകയായിരുന്ന ലോറി ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൊടുംവളവ് തിരിയുന്നതിനിടെ പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട ലോറി ബസ് കാത്തു നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ 5ഓളം വിദ്യാർത്ഥികൾക്കും പ്രദേശവാസിയായ വ്യക്തിക്കും പരിക്കേറ്റിട്ടുണ്ട്.
തൂത സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പതിവായിരിക്കുകയാണ്. കൊടും വളവുകളും അമിത വേഗതയുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. റോഡിന്റെ നവീകരണം ആവശ്യപ്പെട്ട് നാട്ടുകാർ ഇതിനകം പലതവണ നിവേദനം നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ കുറ്റപ്പെടുത്തി. CCN കടമ്പഴിപ്പുറം. പാഴ്സൽ വാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി ട്രാൻസ്ഫോമറിൽ ഇടിച്ചു മറിഞ്ഞു. അങ്ങാടിപ്പുറം കോട്ടയ്ക്കൽ റോഡിൽ ചെറിക്കാപ്പറമ്പ് ചോലക്കുളത്ത് വളവിലാണ് അപകടം ഉണ്ടായത്. പെരിന്തൽമണ്ണയിൽ നിന്നും കോട്ടക്കലിലേക്ക് ഔഷധ നിർമ്മാണത്തിന് ആവശ്യമായ ഗോതമ്പുമായി പോയ ഓൾ കാർഗോ ലോജിസ്റ്റിക്സ് സർവീസിന്റെ വാഹനമാണ് വ്യാഴാഴ്ച വൈകുന്നേരം 4:30 അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു. അപകട സാധ്യത കൂടുതലുള്ള ഈ വളവിൽ തന്നെയാണ് റോഡരികിലായി വൈദ്യുതി ട്രാൻസ്ഫോമറും സ്ഥാപിച്ചിരിക്കുന്നത്. അപകടം നടന്ന ഉടനെ ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയായിരുന്നു. ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്ക് പതിവായി അപകടം സംഭവിക്കുന്ന പ്രദേശമാണിത്. കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ സൂചനാ ബോർഡുകളും മറ്റ് മുൻകരുതലുകളും ബന്ധപ്പെട്ടവർ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. CCN പെരിന്തൽമണ്ണ. സനാതനം ധർമ്മപാഠശാല കേരളത്തിലെ 14 ജില്ലകളിലും ഏകദിന രാമായണ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇതിന്റെ പാലക്കാട് ജില്ലാതല പരിപാടി ജൂലൈ 18 ശനിയാഴ്ച ചെർപ്പുളശ്ശേരിയിൽ വെച്ച് നടക്കും. പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്ര ശ്രീ ദുർഗ ഓഡിറ്റോറിയമാണ് ഈ ഭക്തിസാന്ദ്രമായ സംഗമത്തിന് വേദിയാകുന്നത്. കർക്കിടക മാസത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ഈ ബൃഹത് പരിപാടിയുടെ ഭാഗമായാണ് പാലക്കാട് ജില്ലയിലെ സംഗമം ഒരുക്കിയിരിക്കുന്നത്. നിലവിൽ 250ഓളം കേന്ദ്രങ്ങളിൽ ഓൺലൈനായും മറ്റും ധർമ്മപാഠശാല നടന്നുവരുന്നതിന്റെ തുടർച്ചയായാണ് ഈ വർഷം വിപുലമായ രാമായണ സംഗമം സംഘടിപ്പിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 9:30 ഉദ്ഘാടനത്തിനു ശേഷം 10 മണിക്ക് ബാലകാണ്ഡം രാമായണ പാരായണവും 11:30 മുതൽ അയോധ്യകാണ്ഡം പാരായണവും നടക്കും. ഉച്ചയ്ക്കു ശേഷം 2:30 സാംസ്കാരിക പരിപാടികളും നടക്കും. 4:30 നടക്കുന്ന ശാന്തി മന്ത്രത്തോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. നമ്മുടെ പുരാണങ്ങളിലൂടെയും മറ്റ് ശാസ്ത്രങ്ങളിലൂടെയും എങ്ങനെ കണ്ടെത്താമെന്നൊരു ചിന്തയാണ് ഈ ഒരു തലത്തിലേക്ക് നമ്മളെ എത്തിച്ചത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ പറഞ്ഞതുപോലെ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഉള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് കുട്ടികൾ അതിൽ 1200ഓളം കുട്ടികളും അതുപോലെ അത്രത്തോളം അമ്മമാരും മുതിർന്നവരും പങ്കെടുത്തൊരു പരിപാടിയാണ് എറണാകുളത്ത് പാലാരിവട്ടത്ത് വെച്ച് നടത്തിയത്. അതൊരു നല്ല വിജയമായിരുന്നു. അതിൻ്റെ ഊർജ്ജം കൈക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷം നമ്മൾ 14 ജില്ലകളിലും അതുപോലെ ഒരു പരിപാടി നടത്തണം. ഇത് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കണം. ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഏത് രീതിയിലാണ് വരുന്നത്, അതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ആമുഖം എന്ന നിലയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് അജയൻ മാസ്റ്റർ പറഞ്ഞതുപോലെ നാളെ പാലക്കാട് ജില്ലയിലാണ് അതിൻ്റെ ഉദ്ഘാടനം തുടങ്ങുന്നത്. തുടർന്ന് വരുന്ന എല്ലാ ശനി ഞായറുകളിലും ഈ കർക്കിടക മാസത്തിലെ 4 ശനി ഞായറുകളിലായിട്ട് കേരളത്തിലെ 14 ജില്ലകളിൽ നടക്കുകയാണ്. തനതായ സംസ്കാരവും രാമായണ സന്ദേശവും പുതുതലമുറയിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിടുന്നതാകും പരിപാടിയെന്ന് സംഘാടകർ പറഞ്ഞു. രാജേഷ്ണതാപുരത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ് ഹിന്ദു ആൾക്കാർക്കിടയിൽ ഒരു ഏകീകൃതം കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങളും ചെന്ന് പെടുന്ന ആൾക്കാർ അവർക്ക് കേൾക്കാനാണ് ഞാനൊരവസ്ഥയും നമ്മൾ ആദ്യം തുടങ്ങി വെച്ചതാണ് സനാതന പ്രബോധ എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു സെക്ഷൻ. അതായത് കൗൺസിലിങ്ങുമായിട്ട് ഏകദേശം 200ഓളം ആൾക്കാർ കൗൺസിലിംഗ് രംഗത്ത് ഇപ്പോൾ ആൾക്കാരുടെ കാര്യങ്ങൾ കേട്ട് കൗൺസിലിംഗ് ചെയ്തു വരുന്നുണ്ട്. സ്കൂൾ തലത്തിലും ആൾക്കാരുടെ ഇടയിലും. അപ്പോൾ അങ്ങനെ തുടങ്ങുന്ന ഒരു പദ്ധതിയുടെ നമ്മുടെ ഈ വർഷത്തെ രാമായണ ശ്രീരാമരാജ്യം 2026 എന്ന പദ്ധതി നമ്മൾ നാളെ തൊട്ട് 14 ജില്ലകളിലും നടത്തുന്ന രീതിയിൽ ഈ കർക്കിടക മാസത്തെ എല്ലാ ശനിയും ഞായറുമാണ് പരിപാടികൾ നടക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അജയ്കുമാർ, സെക്രട്ടറി ശങ്കരനാരായണൻ, ജില്ലാ കോർഡിനേറ്റർ അനു സുരേഷ്, സംസ്ഥാന കോർഡിനേറ്റർ ശ്രീകുമാർ പരിയാനംപറ്റ എന്നിവർ പങ്കെടുത്തു. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മൾ ഏതാണ്ട് 7 ലക്ഷം എല്ലാ മാസവും 1-ാം തീയതി നമ്മൾ പുതിയ ഓരോ രാജ്യങ്ങളുടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ 2019 മുതൽ 86 ബാച്ചുകൾ നമ്മൾ ഈ രാമായണ ഭഗവത്ഗീതയിൽ പഠിപ്പിക്കാനായിട്ട് രാജേഷിയുടെ നേതൃത്വത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ മാസം 1-ാം തീയതി നമ്മൾ പുതിയ ബാച്ചുകൾ തുടങ്ങും. അതിൽ 7 ലക്ഷത്തോളം അല്ലെങ്കിൽ 7 ലക്ഷത്തിലധികം ആളുകൾ ഇത് പഠിക്കാൻ വേണ്ടി ഇതിലേക്ക് നമ്മുടെ സമാജത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് പാഠശാലയുടെ വലിയൊരു വിജയമാണ്. 7 വർഷം കഴിയുമ്പോൾ നമ്മൾ ശരിക്കും നല്ലൊരു വിജയത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. CCN ചെർപ്പുളശ്ശേരി.
കർക്കിടകം പിറന്നു. ഇനി മുതൽ 30 ദിവസത്തേക്ക് രാമായണ ശീലുകളുടെയും രാമദർശനത്തിന്റെയും പുണ്യകാലം. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വീടുകളിൽ രാമായണ പാരായണം നടക്കും. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളുമായി രാമായണ മാസാചരണം ആരംഭിച്ചു. ഇടമുറിയാതെ വർഷം പെയ്യുന്ന കർക്കിടകം. ദശപുഷ്പങ്ങളും വാൽക്കണ്ണാടിയും ഒരുക്കി മലയാളികൾ ലക്ഷ്മി ദേവിയെ പൂജിക്കുന്ന പുണ്യമാസം. രാമകഥകൾ കൊണ്ട് മുഖരിതമാവുന്ന ദിനരാത്രങ്ങൾ. അങ്ങനെയാണ് മലയാളികൾക്ക് കർക്കിടക മാസം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. തുഞ്ചത്തെഴുത്തച്ഛന്റെ കാവ്യമനോഹരമായ അധ്യാത്മരാമായണം കിളിപ്പാട്ട് ഒട്ടുമിക്ക ഗൃഹങ്ങളിലും പാരായണം ചെയ്യപ്പെടുന്നു എന്നുള്ളത് രാമായണ മാസത്തിന്റെ എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. രാമായണ എന്ന ആ ആദികാവ്യത്തെപ്പറ്റി, ഭാരതത്തിലെ ആദികാവ്യമായ രാമായണം, അത് ആദികവിയായി വാൽമീകി മഹർഷിക്ക് ലഭിച്ചു. അതിനുശേഷം നമ്മുടെ ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിൽ ആധ്യാത്മിക രാമായണം വിവർത്തനം ചെയ്തതോടുകൂടി അതിൻ്റെ മുഴുവൻ ആ അർത്ഥവത്വവും മലയാളികൾക്ക് സുപരിചിതമായി. മിഥുനമാസത്തിലെ അവസാന ദിവസമാണ് ചേട്ട കളഞ്ഞ് കളപ്പുരകളും വീടും ശുചിയാക്കുന്നത്. വീടുകളിലെ മാറാലയും പൊടിയുമെല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി ഭഗവതിയെ അകത്ത് പ്രതിഷ്ഠിക്കുന്നുവെന്നതാണ് സംക്രാന്തിയുടെ വിശ്വാസം. മാസത്തെ പഞ്ഞമാസം എന്നാണ് പറയാറ്. പണ്ട് ഈ മഴയും വറുതിയും എല്ലാവർക്കും ദാരിദ്ര്യവും ബുദ്ധിമുട്ടുകളും ചോർന്നിരിക്കുന്ന വീടും ഒക്കെ ആയിട്ട് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ് ഈ കർക്കിടക മാസം. അതുകൊണ്ട് കർക്കിടക മാസത്തെ എപ്പോഴും പഞ്ഞമാസം അല്ലെങ്കിൽ ദരിദ്രമാസം എന്നൊക്കെയാണ് പറയാറുള്ളത്. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു കേട്ട അറിവുകളെ നമുക്കുള്ളൂ. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർ ശ്രദ്ധിക്കില്ല. അവർക്ക് ഈ മഴക്കാലം എന്നത്തെയും പോലെ കഴിഞ്ഞു പോകുന്നതിന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളൊക്കെ പഴയ ആൾക്കാരാകൊണ്ട് ഇനിയുള്ള തലമുറയ്ക്ക് തീരെ ഇതൊന്നും മനസ്സിലാവില്ല. പുതുതലമുറകൾ കർക്കിടക സംക്രാന്തി ആഘോഷങ്ങൾ അറിയാത്തവരായി മാറി. എങ്കിലും സംക്രാന്തി ദിവസം സ്ത്രീകളും കുട്ടികളും മൈലാഞ്ചിയിടൽ ചടങ്ങ് ഇന്നും നടത്തി വരുന്നു. ന്യൂസ് ഡെസ്ക് CCN. ചെത്തല്ലൂർ തച്ചനാട്ടുകര പാലോട് റോഡിലെ കൂരിമുക്ക് ചെറുമ്പാടം പാലം യാത്രക്കാർക്ക് വലിയ രീതിയിൽ അപകട ഭീഷണി ഉയർത്തുന്നു. പാലോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കുത്തനെയുള്ള ഇറക്കമിറങ്ങിയുള്ള പാലത്തിലേക്കുള്ള അശാസ്ത്രീയമായ വളവ് അപകട സാധ്യത ഇരട്ടിയാക്കുകയാണ്. ഇറക്കം ഇറങ്ങി വരുന്ന പാലത്തിന്റെ ഇടതുഭാഗത്ത് വലിയ ഉയരത്തിൽ പുൽക്കാടുകൾ വളർന്നു നിൽക്കുകയാണ്. ഈ ഭാഗത്ത് സംരക്ഷണ കൈവരികളില്ലാത്തത് വലിയ കെണിയായി മാറിയിരിക്കുന്നു. എതിർ ദിശയിൽ നിന്നും മറ്റൊരു വാഹനം വരുമ്പോൾ വശങ്ങളിലേക്ക് ഒതുക്കി കൊടുക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. സ്കൂൾ ബസ്സുകൾ, ഓട്ടോറിക്ഷകൾ, മറ്റ് സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെ രാപ്പകൽ ഭേദമില്ലാതെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ദിനം പ്രതി ഇതിലൂടെ കടന്നു പോകുന്നത്. കഴിഞ്ഞ വർഷവും പാലത്തിന്റെ ഭാഗത്തു നിന്നും തോട്ടിലേക്ക് വാഹനങ്ങൾ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടായതായി നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. നമ്മുടെ കൂരിമുക്ക് ചെത്തല്ലൂർ റോഡ്, കൂരിമുക്കിൽ നിന്ന് ചെത്തല്ലൂരിലേക്ക് പോണ റോഡിന്റെ പാലത്തിനോട് അടുപ്പിച്ചിട്ട് ഒരു എഡ്ജ് ഉണ്ട്. അതിലൂടെ വണ്ടി സ്ലിപ്പായാൽ നേരെ തോട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത് അധികാരികൾ ശ്രദ്ധിച്ച് അതിന്റെ നടപടി എടുക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പല പ്രാവശ്യം വണ്ടികൾ സ്ലിപ്പായിട്ട് തോട്ടിലേക്ക് സാടാൻ പോകുന്നത് ഉണ്ടായാലുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അത് അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത്രയേറെ അപകട ഭീഷണി ഉണ്ടായിട്ടും ബന്ധപ്പെട്ട അധികൃതർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഈ റോഡ് നല്ല ഇറക്കാവുകൊണ്ട് ഡേഞ്ചറാണ്. സാധാരണ നോർമലായിട്ട് വരികയാണെന്ന് തന്നെ ഡേഞ്ചറാണ്. അതിൽ കൂടെ ഇവിടെ കുറേ മെറ്റലുകളുണ്ട്. അപ്പോൾ ഈ മെറ്റലിൽ കയറിയിട്ട് സ്ലിപ്പാകുമ്പോഴാണ് കൂടുതൽ അപകടമായി വരുന്നത്. അപ്പോൾ മെറ്റലും ഇവിടുന്ന് ഒഴിവാക്കണം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ പാലം തന്നെ മാറ്റേണ്ടതാണ്. പക്ഷെ അത് പെട്ടെന്ന് നടക്കില്ല. പക്ഷെ ഇത് പെട്ടെന്ന് പഞ്ചായത്തോ ഇതിൻ്റെ PWDയോ ശരിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. CCN ചെത്തല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മെഗാ തൂഫാൻ മഹാസംഗമത്തിന് മുന്നോടിയായി പെരിന്തൽമണ്ണ നഗരത്തെ ആവേശം കൊള്ളിച്ച് ഗംഭീര വിളംബര റാലി നടന്നു. ലഹരിമുക്ത സമൂഹം എന്ന വലിയ സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് 3000-ഓളം പേർ അണിനിരന്ന റാലി നഗരത്തെ ജനസമുദ്രമാക്കിയത്. ചെർപ്പുളശ്ശേരിയിൽ ലഹരി വിരുദ്ധ സന്ദേശവുമായി സൗഹൃദ ഫുട്ബോൾ മത്സരം നടന്നു. മാരായമംഗലം ടർഫിൽ വെച്ച് നടന്ന മത്സരത്തിൽ ചെർപ്പുളശ്ശേരി പ്രസ് ക്ലബ്ബും ചെർപ്പുളശ്ശേരി പോലീസും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. പ്രസ് ക്ലബിനെ പരാജയപ്പെടുത്തി പോലീസ് ജേതാക്കളായി.
മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ എഴക്കാട് നിയന്ത്രണം വിട്ട ലോറി വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പാഞ്ഞു കയറി ഒരു മരണം. യുവക്ഷേത്ര കോളേജിലെ വിദ്യാർത്ഥിയും പാലക്കാട് പറക്കുന്നം സ്വദേശിയുമായ 19-കാരൻ മുഹമ്മദ് ഫർഹാനാണ് മരിച്ചത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 അപകടം സംഭവിച്ചത്. പാഴ്സൽ വാഹനം നിയന്ത്രണം വിട്ട് വൈദ്യുതി ട്രാൻസ്ഫോമറിലിടിച്ച് മറിഞ്ഞു. അങ്ങാടിപ്പുറം കോട്ടയ്ക്കൽ റോഡിൽ ചെരക്കാപ്പറമ്പ് ചോലക്കുളത്ത് വളവിലാണ് അപകടം ഉണ്ടായത്. കർക്കിടകം പിറന്നു. ഇനി മുതൽ 30 ദിവസത്തേക്ക് രാമായണ ശീലുകളുടെയും രാമദർശനത്തിന്റെയും പുണ്യകാലം. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി വീടുകളിൽ രാമായണ പാരായണം നടക്കും. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളുമായി രാമായണ മാസാചരണം ആരംഭിച്ചു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. ഓരോ വധുവിലും ഓരോ സ്വപ്നമുണ്ട്. അതാണ് ഞാൻ സ്കൈ ഗോൾഡിൽ കാണുന്നത്. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി.